ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പല വാർത്തകളും അങ്ങനെ ഇന്ത്യ റഷ്യയുടെ നിന്ന് എണ്ണ മേടിക്കുന്നത് കുറയ്ക്കാൻ പോകുന്നു. അതായത് ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു. താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കുമോ ചോദിച്ചാൽ ഇതുവരെ അതിനകത്ത് യാതൊരുവിധ നിലപാടും ഇന്ത്യ എടുത്തിട്ടില്ല. റഷ്യൻ ഓയിൽ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനങ്ങളും സെൻട്രൽ ഗവൺമെന്റിന് മുന്നിൽ ഇപ്പോൾ ഇല്ല. എന്നാൽ അതിലുപരിയായിട്ട് റഷ്യയുമായിട്ട് ഒരു ഗ്രെയിൻ ഡീൽ, ബ്രിക്സ് ഗ്രെയിൻ ഡീൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രെയിൻ ഡീല് ഇന്ത്യയും, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, അതേപോലെ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ, അതുപോലെ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡിമിട്രി, അപ്പം ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് ചർച്ച നടത്തി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രെയിൻ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ ഉണ്ടാകുന്ന അഗ്രികൾച്ചർ സാധനങ്ങൾ ഇന്ത്യ വാങ്ങി അത് മറിച്ച് വിൽക്കും. അത് ഏറ്റവും കൂടുതൽ ബ്രിക്സ് രാജ്യങ്ങൾക്കാണ് മുൻഗണന. ഈ ബ്രിക്സ് രാജ്യങ്ങൾ റുപ്പി ട്രേഡാണ് നടത്താൻ പോകുന്നത്. അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് മാർക്കറ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു സൈഡിൽ അമേരിക്ക എൻ്റെ അടുത്ത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോൺ വാങ്ങും, സോയാബീൻ വാങ്ങും, അതേപോലെ അമേരിക്കയുടെ അഗ്രികൾച്ചറൽ ഡയറി പ്രോഡക്റ്റ് ഒക്കെ ഇന്ത്യക്കുള്ളിൽ ഇറക്കി ഇന്ത്യയിലെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ട് ഇന്ത്യക്ക് മുകളിൽ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ മറ്റൊരു സൈഡില് ആരുമായിട്ടാണോ നിങ്ങൾ ആയുധക്കച്ചവടം നടത്തരുത്, ആരുമായിട്ടാണോ നിങ്ങൾ ഒരു ബന്ധവും വെക്കരുത് എന്ന് പറഞ്ഞ് ഡിക്റ്റേറ്റർഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, മറ്റൊരു സൈഡിൽ അമേരിക്ക ആരെടുത്താണോ നമ്മൾ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ആ ചേരിയിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ഗ്രെയിൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസീവ് അഗ്രികൾച്ചറൽ എഗ്രിമെന്റ് ഉറപ്പിക്കുകയാണ്. ഇപ്പൊ എന്താണ് ഇന്ത്യ നടത്തുന്ന പ്ലേ? ഇന്ത്യയുടെ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ്. ശരിക്കും അമേരിക്ക 70കളിലെ ഇന്ത്യയാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അമേരിക്ക കടയൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരാഴ്ച അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 മുതൽ 15 ബില്യൺ US$ വർത്തുള്ള നഷ്ടമാണ്. അതായത് ഈ അമേരിക്ക താൽക്കാലികമായിട്ട് ഒരു ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ. ഒരാഴ്ചയിൽ 7 മുതൽ 15 ബില്യൺ ഡോളർ നഷ്ടമുണ്ടാകും എന്നുള്ളത് UK പത്രമായിട്ടുള്ള ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയുമായിട്ട് പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാനും പല രീതിയിൽ ഇന്ത്യയെ ട്രാപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്ക് ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇപ്പൊ ഇന്ത്യ അവരുടെ എനർജി സെക്യൂരിറ്റിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി, റഷ്യയിൽ നിന്ന് മാത്രമല്ല നൈജീരിയയിൽ നിന്നായിക്കോട്ടെ പല രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങി നമ്മൾ അതിനെ ശുദ്ധീകരിച്ച് ശരിക്കും യൂറോപ്പിലേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതും യൂറോപ്പിന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ്. മറ്റുള്ള രാജ്യങ്ങൾ എവിടെ ഇപ്പോൾ സൗദി ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് റിഫൈൻഡ് ഓയിൽ ആ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്റ്റ് അവർക്ക് വാങ്ങാം. അതിനൊക്കെ വില കൂടുതലാണ്. അപ്പൊ ഇന്ത്യ താരതമ്യേന കോമ്പറ്റീറ്റീവ്ലി കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് യൂറോപ്പിന് വലിയ ഗുണകരമാണ് ഈ ഒരു ടൈമിൽ. ആ ബെനിഫിറ്റ് അവർക്ക് വേണം താനും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല. റഷ്യൻ ഓയിലിനെ അവർക്ക് നിരോധിക്കാൻ കഴിയുന്നില്ല. 2028 വരെ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, യൂറോപ്യൻ യൂണിയനെ വെച്ച് പോലും ഒരു സമ്മർദ്ദം ഇന്ത്യക്ക് മേളിൽ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്ട്രക്കായി നിൽക്കുന്ന ഒരു അമേരിക്കയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് മാർക്ക് ട്രൂട്ടെ, ട്രംപിന്റെ മകൻ, പുള്ളിക്കാരൻ ട്രംപിനെ ഫാദർ എന്നാണ് പറയുന്നത്, അത് ഡാഡി, നാറ്റോ മീറ്റിംഗിൽ വന്നിട്ടാണ് ഡാഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് മാർക്ക് ട്രൂട്ടെ. ഈ മാർക്ക് ട്രൂട്ടെ തന്നെ ഡാഡി ആവാനുള്ള പ്രായമുണ്ട്. അയാളാണ് ട്രംപിനെ ഡാഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ മാർക്ക് ട്രൂട്ടെ പറയുന്നതാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്ലാൻ ചെയ്ത് ഉക്രൈന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തന്ത്രമായിരുന്നു ഈ ഒരു താരിഫ്, ഇന്ത്യക്ക് മേലുള്ള താരിഫ്. ആ താരിഫ് ഇട്ടത് കൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉക്രൈന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുകളെ കുറിച്ച് സംസാരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ തന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള മറുപടി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അതിനെ എതിർത്ത് നാറ്റോയുടെ മാർക്ക് റൂട്ടയുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ച് പറയുകയും ചെയ്തു. ഇന്ത്യ ശരിയാണെങ്കിൽ അംഗീകരിക്കും, തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫുട്ടേജ് ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ്, ഒരു 10 സെക്കൻഡ് ക്ലിപ്പ് ഞാനിവിടെ വെക്കാം. ഇത് ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. Statement by NATO Secretary General Mr. Mark Rutte regarding phone conversation between Prime Minister of India and President Vladimir Putin of Russia. This statement is factually incorrect and entirely baseless. ഇനി നമ്മൾ നോക്കുന്ന പറഞ്ഞാല് ഈ ഗ്രെയിൻ ഡീൽ ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ഈ ഗ്രെയിൻ ഡീൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത്
യൂറോപ്യൻ യൂണിയൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൈൻ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ പാർട്ടിസിപ്പേഷൻ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ഉക്രൈനിൽ നിന്നും കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുന്ന ഈ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ഗ്രൈൻ ഐറ്റംസ് എല്ലാം തന്നെ ഉക്രൈനിൽ മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ്. ആ ഗ്രൈൻ ഐറ്റംസ് എല്ലാം തന്നെ ബ്ലാക്ക് സീയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല, അവിടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റഷ്യയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ് ഈ ഗ്രൈൻ ഡീൽ. പക്ഷെ ഇതിനെ പോളണ്ട് പിന്നീട് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പോളണ്ടിന്റെ എതിർപ്പിനെ തുടർന്ന് പിന്നീട് ഈ ഒരു ഗ്രൈൻ ഡീൽ യൂറോപ്പ് മതിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഗ്രൈൻ ഡീലാണ് ഇപ്പം ഇന്ത്യയുമായിട്ട് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ യൂറോപ്പിലേക്കുള്ള ഫുഡ് സെക്യൂരിറ്റി കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇന്ത്യ. യൂറോപ്യൻസിന്റെ മേളില് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ്, ആ ഒരു സമ്മർദ്ദം, അത് ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദമാണ് ഇന്ത്യ ഇപ്പം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് എനർജി സെക്ടറിലായാലും ശരി തന്നെ, ഫുഡ് സെക്യൂരിറ്റിയിലായാലും ശരി തന്നെ, ആ രീതിയിലാണ് ഇന്ത്യ ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യ കാണുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് നമ്മൾ എത്ര ഡീൽ ചെയ്താലും അതെല്ലാം തന്നെ റൂബിൾ ആ ഒരു ട്രേഡിൽ തന്നെ നിൽക്കും. അവിടെ ഡോളറിന്റെ ഇൻവോൾവ്മെന്റ് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷെ അമേരിക്കയുമായിട്ട് നമ്മൾ എന്ത് ഡീൽ ചെയ്താലും അത് ഡോളറിലേക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഇന്ത്യ ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലോട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഉള്ളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. എന്നാലും പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ എണ്ണ വാങ്ങരുത്, ആയുധങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ ഈ ഒരു അഗ്രികൾച്ചർ ഡീൽ ഇന്ത്യ നടപ്പിലാക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നത് കുറച്ചേ പറ്റൂ എന്നൊക്കെ ചില ആൾക്കാർ നിർബന്ധം പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു പാത്വേ ഉണ്ട്. ആ പാത്വേയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷനുമായിട്ട് മുന്നോട്ട് പോവാണ്. അതോടൊപ്പം തന്നെ റഷ്യക്ക് ഇപ്പൊ കൊടുക്കുന്ന പ്രാധാന്യം, അമേരിക്ക ഒരു സൈഡിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ രൂപപ്പെടുന്നത്. MiG-21 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ്. ആ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യക്കുള്ളിൽ ഏതാണ്ട് 1970 കാലഘട്ടങ്ങളിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ്. ആ ഫൈറ്റർ ജെറ്റാണ് MiG-21 എന്ന് പറയുന്നത്. ഏതാണ്ട് 60 വർഷത്തോളം ഇന്ത്യൻ എയർഫോഴ്സിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു MiG ഫൈറ്റർ ജെറ്റ്. ആ MiG-21 ഫൈറ്റർ ജെറ്റിന് ഒരു ഫെയർവെൽ ആണ്. ഫെയർവെൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഫെയർവെൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം, 1971 ബംഗ്ലാദേശിൽ നടത്തിയ ആ ഒരു യുദ്ധം, അതിൽ പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി, റഷ്യയുടെ ഇൻവോൾവ്മെന്റ്, MiG-21 കൊണ്ട് നമ്മൾ നടത്തിയ ബാലാക്കോട്ട് മുതൽ കാർഗിൽ ഉൾപ്പെടെയുള്ള പല യുദ്ധങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ഉള്ളില് റഷ്യയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്പീച്ച് അവസാനിപ്പിച്ചത്. ഇപ്പൊ നടക്കുന്ന ഈ ഒരു MiG-21 ഫെയർവെൽ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ഫെയർവെൽ മാത്രമല്ല, ഇത് ശരിക്കും ലോങ് സ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പിന്റെ ഒരു പ്രതീകമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ത്യസ് പൊസിഷൻ ഓൺ റഷ്യ റിമൈൻസ് ക്ലിയർ. കണ്ടിന്യൂഡ് കോപ്പറേഷൻ ഇൻ ഓയിൽ, ഡിഫൻസ്, അതേപോലെ ഇപ്പൊ അഗ്രികൾച്ചർ മേഖലയിൽ. അപ്പം ഇത്രത്തോളം റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഇത് ശരിക്കും ഗ്ലോബലിയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സൂചന കൂടിയാണ്. അതായത് എത്രമാത്രം ഇന്ത്യയെ നിങ്ങൾ അകറ്റി നിർത്തുന്നോ അത്രമാത്രം ഇന്ത്യ സ്ട്രോങ് ആയിട്ട് സൗണ്ട് ആയിട്ട് പ്രതികരിക്കും എന്നുള്ളതിന്റെ സൂചനയാണ്. ഇന്ത്യയുടെ പ്രതികാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക, വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുകയാണ് ഇന്ത്യയുടെ ഓരോ മൂവ്മെന്റ്സും. ഇത്ര ബോൾഡായിട്ട് പ്രതികരിക്കുന്ന ഒരു ഇന്ത്യ അവർ ചരിത്രത്തിൽ ഇത്ര നാളും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലത്തെ പ്രതികരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പല നഷ്ടമുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ കരഞ്ഞുകൊണ്ട് ആ മൂലയിൽ ഇരിക്കത്തേ ഉള്ളൂ. കാരണം ഇവിടെ റഷ്യയുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോഴത്തേക്കും ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതേസമയം അമേരിക്കയുമായിട്ട് നമ്മളൊരു ബന്ധം വെക്കുമ്പോഴത്തേക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കയാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സോവറിനിറ്റി ഉണ്ട്, അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ളതിനെ ഒരു രീതിയിലും മാനിക്കാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് വലുത്. അവർ പാകിസ്ഥാനിലല്ല, എവിടെ കൊണ്ട് എയർബേസ് വെച്ചാലും ഇന്ത്യക്കിട്ട് ഏതെങ്കിലും രീതിയിൽ അവർ പണി തരാൻ വരുന്നുവെങ്കിൽ കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കും. ഇന്ത്യയുമായിട്ട് നേരിട്ട് ഒരു രീതിയിലുള്ള യുദ്ധത്തിനോ അല്ലെങ്കിൽ അത് പണ്ടത്തെ പോലെ ഇന്ത്യക്കിട്ട് ഏതെങ്കിലും ഇൻഡയറക്ട്ലി പണി തരാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ നടക്കില്ല. അതായത് ഇത് 70-ഓ 60-ഓ അല്ല ഈ കാലഘട്ടം. ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഒരു ചെറിയ വിഷയം കൂടി അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു വിയോജിപ്പുണ്ട് റഷ്യയുമായിട്ട്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരു 150ഓളം പേര് റഷ്യൻ ആർമിയിൽ പണിയെടുക്കുന്നുണ്ട്. അതായത് യുക്രൈനെതിരെ യുദ്ധം നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ട് യുക്രൈൻ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. അതിൽ ഏതാണ്ട് 96 പേര് റഷ്യ ഓൾറെഡി തന്നെ റിലീസ് ചെയ്ത് ഇന്ത്യക്ക് മടക്കി അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 പേര് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇനി ബാക്കി ഒരു 20-ലധികം ആൾക്കാരെ ഇനിയും റിലീസ് ചെയ്ത് കിട്ടാനുണ്ട്. അവരെയും വൈകാതെ തന്നെ അവരെ കണ്ടെത്തി കൃത്യമായിട്ട് റഷ്യ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഡിഫറെന്റ് ലെവലിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്.
അല്ലാതെ അമേരിക്കയെ പോലെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്ന് ഇന്ത്യയെ പബ്ലിക് വേദികളിൽ അപമാനിക്കുന്ന തരത്തിൽ ട്വീറ്റ് ഇട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലാതെ ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടോ ഉള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും റഷ്യ ഒരിക്കലും നടത്താറില്ല. അതങ്ങനെ തന്നെയാണ്, ചരിത്രം അങ്ങനെ തന്നെയാണ് തെളിയിക്കുന്നത്. നമ്മൾ വ്യാപാരം നടത്തുന്നു, പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പരാതി പറയുന്ന ട്രംപ് ഇവർ എന്താണ് ചെയ്യുന്നത്? ട്രംപും വ്യാപാരം നടത്തി തന്നെയല്ലേ പൈസ ഉണ്ടാക്കുന്നത്? വ്യാപാരം നടത്തുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ. ആ പ്രവൃത്തി അമേരിക്ക ചെയ്താൽ അവർക്ക് അത് നല്ലതാണ്. അതേ സെയിം പ്രവൃത്തി ഇന്ത്യ ചെയ്യുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമായിട്ട് മാറുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വേണ്ട കാര്യങ്ങൾ, അത് താരിഫ് 50 100 എന്താ വെച്ചാൽ അവർ ഇട്ട് മുന്നോട്ട് പോട്ടെ. നമ്മളും നമ്മളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. അതായത് ഒരു ഹൈ പ്രഷർ പോളിസി ട്രംപിന്റെ തലയ്ക്ക് മേളിൽ ഇപ്പോൾ ഇന്ത്യ എടുത്ത് വെക്കുകയാണ്. ഇനിയും ട്രംപ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോട്ടെ. എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്ത്യക്ക് വേറെ മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.5% കൺഫേംഡ് ഗ്രോത്ത് ആണെന്നാണ് മൂഡീസ് ക്രെഡിറ്റ് റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പുറത്തുവിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവർ ഓവറോൾ ഫൈനാൻഷ്യൽ ഇയർ 2026 ആ ഒരു കാൽക്കുലേഷൻസും ആ പ്രൊജക്ഷൻസ് ഒക്കെ എടുത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ സ്റ്റഡിയാണ്, സ്റ്റേബിൾ ആണ്. പിന്നെ ചിലരൊക്കെ ഈ TCS പോലത്തെ സ്ഥാപനങ്ങൾ, വിപ്രോ പോലത്തെ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ഇൻഫോസിസ് പോലത്തെ സ്ഥാപനങ്ങൾ ഈ അമേരിക്കയിൽ നിന്നും പ്രോജക്ട് കോൺട്രാക്ട് എടുത്ത് IT പ്രോജക്റ്റുകൾ കോൺട്രാക്ട് എടുത്ത് നടത്തുന്ന കമ്പനികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ മാസീവ് ആയിട്ടുള്ള ലേ ഓഫ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ ലേ ഓഫ് ഒന്നും ഇങ്ങനത്തെ കമ്പനികളിൽ വരാറില്ല. ഇങ്ങനത്തെ കമ്പനികളിൽ ലേ ഓഫ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം പ്രോസസ്സാണ്. അത് ഓരോ പ്രോജക്റ്റുകൾ തീരുമ്പോഴും ലേ ഓഫ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചില പ്രോജക്റ്റുകൾക്ക് ജാവ ബേസിക് സ്കില്ലുള്ള ആള് ആവശ്യം ഉണ്ടാവും. ചില പ്രോജക്റ്റുകൾക്ക് ജാവ അത്രയും ബേസിക് ആവശ്യമുണ്ടാവില്ല. ചില പ്രോജക്റ്റുകൾക്ക് പൈത്തോൺ പഠിച്ച ആൾക്കാരായിരിക്കും ആവശ്യം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രോജക്റ്റിന്റെയും നീഡ് വേറെ വേറെയാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് അനുസരിച്ച് ഒരു ജാവ ബേസിക് റൈറ്ററെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പൊ അതുപോലെ എക്സ്പെൻസസ് കൂടുതലുള്ള ആൾക്കാരെ ആ പ്രോജക്റ്റ് തീർന്നതിന് ശേഷം കമ്പനി വെച്ച് പൊറപ്പിക്കാറില്ല. അവർക്ക് ലേ ഓഫ് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നീട് അവർക്ക് സിമിലർ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ കോൾ ഫോർ ചെയ്യും. ഇത് IT ഇൻഡസ്ട്രിയിൽ വളരെ സാധാരണമായിട്ടുള്ള വിഷയമാണ്. അതിനെ വെച്ചുകൊണ്ട് വിപ്രോ ആൾക്കാരെ പിരിച്ചുവിട്ടു, TCS ആൾക്കാരെ പിരിച്ചുവിട്ടു. ഈ TCS ആൾക്കാരെ പിരിച്ചുവിടുന്നതൊക്കെ ഇപ്പൊ നടക്കുന്നതല്ല, അതൊക്കെ പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഡിപ്പെൻസ് ഓൺ ദ പ്രോജക്റ്റ് ആണ്. ഇനി അതിലുപരിയായിട്ട് നിങ്ങൾ വിപ്രോ അടച്ച് പൂട്ടി, TCS അടച്ച് പൂട്ടി, ഇൻഫോസിസ് അടച്ച് പൂട്ടി എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ റിയലി ഇന്ത്യക്കുള്ളിൽ IT മേഖലയിൽ ഒരു ക്രൈസിസ് ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തിക്കൊണ്ട് അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അൺലെസ് അവിടെ ആ കമ്പനി ഉള്ളിടത്തോളം നിങ്ങൾക്ക് അത് പിരിച്ചുവിടലിനെ ഒരു ക്രൈസിസ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ ഡീലുകളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇന്ത്യ റഷ്യ ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. ഇത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക പാകിസ്ഥാനെ കൂട്ടുപിടിക്കുമ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ശരിക്കും അമേരിക്ക ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഓൾറെഡി ഇതിനെ അവിടെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് അമേരിക്ക. ട്രംപ് ഇപ്പം ആ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളിലേക്കുള്ള ഫോക്കസ് പുള്ളിക്ക് ഇച്ചിരി കുറയും. ഇപ്പൊ വെനിസുലയുടെ മേളിൽ ആക്രമണം നടത്താനുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ട്രംപ്. അപ്പൊ എന്തായാലും കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.